ഹലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, എന്താണ് ഗ്രൂപ്പ് എന്നുള്ളത് പഠിച്ചു അല്ലേ? ഇപ്പോൾ ഗ്രൂപ്പ് എന്താണ്? ആ 4 കണ്ടീഷൻ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ അസോസിയേറ്റീവ് ആവണം, ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഈ 4 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമ്പോഴാണ് അതൊരു ഗ്രൂപ്പ് ആവുന്നത്. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും പഠിച്ചത് അല്ലേ? അപ്പോൾ അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അവർ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആവാം, മൈനസ് ആവാം, ഇൻറ്റു ആവാം, അവിടുത്തെ എന്താണോ അവിടെ ഓപ്പറേഷൻ പറയുന്നത് അതാണ് ഈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അബീലിയൻ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. എ ഗ്രൂപ്പ് G star is known as abelian group if A star B equal to B star A, that is star is commutative. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ആവണം. അപ്പോൾ നമുക്കറിയാം 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആവണം. കൂടാതെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവണം. ഇപ്പോൾ പ്ലസ് ആണ് അവിടുത്തെ ഓപ്പറേഷൻ എങ്കിൽ എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും സെയിം കിട്ടില്ലേ? അതുപോലെ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അതെന്താവുന്നത്, ഒരു അബീലിയൻ ഗ്രൂപ്പായി മാറുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കുക. സെഡ് പ്ലസ്, അതുപോലെ റിയൽ നമ്പർ പ്ലസ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ? നിങ്ങൾക്കറിയാം ഇൻറ്റീജേഴ്സും അഡീഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ആവും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഏതൊരു 2 ഇൻറ്റീജേഴ്സ് എടുത്താലും, അതായത് ഇപ്പോൾ 2, 3 എന്ന് പറയുന്ന 2 ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ 2 + 3 ചെയ്താലും 3 + 2 ചെയ്താലും ആൻസർ സെയിം അല്ലേ? സോ അതെന്താ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് റിയൽ നമ്പറും പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പ്രൂവ് ദാറ്റ് the set consisting of numbers 0, 1, 2, 3, 4, 5 is a finite abelian group of order G under ordinary addition, that is reduced modulo 6 plus 6 as the composition. ഓക്കെ, അപ്പോൾ ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് 0 മുതൽ 5 വരെയാണ്. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ 6 പ്ലസ് 6. ഓക്കെ, അപ്പോൾ ഈ അഡീഷൻ മോഡുലോ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു 2 നമ്പർ എടുക്കാം, ആ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് അഡീഷൻ. അഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ 2 നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറിനെ നമ്മൾ അഡീഷൻ മോഡുലോ 6 ആയതുകൊണ്ട് ആ ആഡ് ചെയ്ത ആൻസറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നോക്കുക, അഡീഷൻ മോഡുലോ 6 ആണ് ഓപ്പറേഷൻ, 0 to 5 ആണ് നമുക്കുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആ റോ ആയിട്ട് 0 to 5 എഴുതി, കോളമായിട്ട് 0 to 5 എഴുതി. ഇനി നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്, 0യും 0യും കൂടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 0യും 0യും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. 0നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെറുതാണ്, ഇത് 6നേക്കാൾ ചെറുതാണ്, അപ്പോൾ റിമൈൻഡർ 0 തന്നെ വരും. ഇനി 0യും 1ഉം, അതായത് 6നേക്കാൾ ചെറിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ അത് തന്നെയാണ്. 6നേക്കാൾ ആഡ് ചെയ്യുന്ന സമയത്ത് 6നേക്കാൾ വലുത് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 0യും 1ഉം കൂടെ ആഡ് ചെയ്യാം, അതായത് 0യും 1ഉം കൂടെ. ഓക്കെ, 0യും 1ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക. സോ 1, ഇപ്പോൾ 1 കിട്ടി. ഇനി അതുപോലെ 0യും 2ഉം കൂടെ നോക്കുക, അപ്പോൾ 0 + 2 2. 0യും 3യും കൂടെ നോക്കുക, 0 + 3 3. 0 4, അപ്പോൾ 0 + 4 4. 0യും 5ഉം കൂടെ, അപ്പോൾ 5. ഓക്കെ, ഇത് 6നേക്കാളൊന്നും വലുതാവുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. ഇനി അതേപോലെ അടുത്തതെടുക്കുക, 1 0 1 ആണ്, 1 + 1 2, 1 + 2 3, 1 + 3 4, 1 + 4 5, 1 + 5 6 ആണ്. അപ്പോൾ 1ഉം 5ഉം കൂടെ, ഓക്കെ, 1ഉം 5ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, 6 ആണ്. ഇനി 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ കിട്ടുക, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 അല്ലേ കിട്ടുക. അപ്പോൾ റിമൈൻഡർ 0 എന്ന് പറയും. ക്ലിയർ ആയോ? അത് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കാം, ഇപ്പോൾ 2ഉം 3യും 2 3 പറ്റില്ല, 2ഉം 5ഉം നോക്കാം. അപ്പോൾ 2 + 5 എന്ന് പറയുന്നത് 2 + 5 എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ് അല്ലേ? ഈ 7നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ എന്താ കിട്ടുക, 1 6, റിമൈൻഡർ 1.
ഓക്കെ, അപ്പോൾ 2ഉം 6ഉം കൂടെ വരുന്ന ആൻസർ എത്രയാണ്? 1 ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇത് ആഡ് ചെയ്യുക. അഡിഷൻ മോഡുലോ 6ൻ്റെ മീനിങ് ഇതാണ്. നമ്മൾ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് അവിടുത്തെ ആൻസർ. അതുകൊണ്ടാണ് അഡീഷൻ മോഡുലോ 6. ഇനി അതുപോലെ അത് ഫുൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. നോക്കുക, ഇപ്പോൾ 3 എടുത്തു, 3യും 3യും കൂടെ 3യും 3യും 6 ആണ്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. ആ 0 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 3യും 4ഉം ചെയ്തു. 3 4 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. ഇനി 3യും 5ഉം കൂടെ ചെയ്തു, 8 ആണ്. ആ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 കിട്ടും. അതുപോലെ 4 0 ചെയ്തു. 4 + 0 4 ആണ്. 4 + 1 5 ആണ്. 4 + 2 6. 6 വന്നു കഴിഞ്ഞാൽ 6നോട് ഈക്വൽ ആയല്ലോ. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 0. 4 + 3 7. 7നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1. 4ഉം 4ഉം 8 ആണ്. 4 + 4 8. 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 2. 4 + 5 9. 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 3. അതുപോലെ 5ഉം 0യും 5 ആണ്. ഇതേ സെയിം സാധനം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റ്. ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അബീലിയൻ ഗ്രൂപ്പ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഗ്രൂപ്പ് ആവണം, കൂടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്താ? നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൻസർ ഇല്ലേ, അതായത് ഇത്രയും ആൻസറുകൾ ഇത്രയും ആൻസർ, ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ആൻസർ എന്ന് പറയുന്നത് 0 മുതൽ 5 വരെ അല്ലാതെ പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അഡീഷൻ മോഡുലോ 6 എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0 മുതൽ 5 വരെയുള്ള ആ നമ്പേഴ്സ് അല്ലാതെ പുറത്തുനിന്ന് ആരെയും കിട്ടുന്നില്ല. സോ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കുക, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? 3 നമ്പേഴ്സ് എടുത്തു. 3 നമ്പേഴ്സ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ 2 3 4 എന്ന് പറയുന്ന 3 നമ്പേഴ്സ് നമ്മളെടുത്തു. അപ്പോൾ 2 + 6 3 + 6 4. ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ 2ഉം 3യും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുക നോക്കി? ഇതാണ് 2, ഇതാണ് 3. 2ഉം 3യും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 2 3. ആൻസർ 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 5 + 6 4. ഇനി 5ഉം 4ഉം കൂടെ നോക്കുക. 5ഉം 4ഉം കൂടെ നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 3 വന്നു. ഓക്കെ, ഇനി ജസ്റ്റ് ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തു. 2 + 6 3 + 6 4. അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ചെയ്യണം അല്ലേ? അപ്പോൾ 3ഉം 4ഉം കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കുക? 3ഉം 4ഉം കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഇനി എന്താ ഉള്ളത്? 2 + 1. 2ഉം 1ഉം കൂടെ നോക്കുമ്പോൾ 3 ആണ് കിട്ടുന്നത്. സോ 3. അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ എടുത്തിട്ട്, ഏതൊരു 3 നമ്പർ എടുത്തിട്ട് ഇതിൽ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാലും എന്തുതന്നെയാണ് കിട്ടുക? ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് +6 ഈസ് അസോസിയേറ്റീവ്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐഡൻറ്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എപ്പോഴും ഐഡൻറ്റിറ്റി എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും അല്ലേ? കാരണം 0ൻ്റെ കൂടെ ഏതൊരു നമ്പർ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, a + 6 0 = a. അപ്പോൾ അങ്ങനെ തന്നെയാണോ ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. നോക്കാം, 0ൻ്റെ കൂടെ 0 ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. 0ൻ്റെ കൂടെ 1 ആയപ്പോൾ 1 തന്നെ കിട്ടി. 0ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പോൾ 0ൻ്റെ കൂടെ ഏത് നമ്പറാണോ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുക അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 0 ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഐഡൻറ്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു നമ്പറിൻ്റെ കൂടെ വേറെ ഏതൊരു നമ്പർ ചെയ്യുന്ന സമയത്ത് അവിടെ ആൻസറായിട്ട് നമുക്ക് 0നെ കിട്ടണം. ഇപ്പോൾ ഇവിടെ നോക്കുക, 0ൻ്റെ കൂടെ ആരെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 0 എന്ന് കിട്ടുന്നത്? 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 0ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഇനി 1ൻ്റെ കൂടെ ആരെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് 0 കിട്ടിയത്? സോ 1നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 0 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5. 1ൻ്റെ ഇൻവേഴ്സ് 5. ഇനി 2ൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ
2ൻ്റെ കൂടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടുന്നത് എവിടെയാണ്? 4ലാണ് 0 കിട്ടുന്നത്. അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ 3ൻ്റെ കൂടെ നോക്കുക, 3ക്ക് 0 കിട്ടുന്നത് ആരെ കൂടെ ചെയ്യുമ്പോഴാണ്? 3ൻ്റെ കൂടെ. അപ്പോൾ 3ൻ്റെ ഇൻവേഴ്സ് 3 തന്നെയാണ്. ഇനി 4ൽ 0 കിട്ടുന്നത് ഇവിടെയാണ്, അതായത് 2ൽ. അപ്പോൾ 4ൻ്റെ ഇൻവേഴ്സ് 2 ആണ്. ഓക്കെ. ഇനി 5 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോഴാണ് 0 കിട്ടുന്നത്. സോ 5 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഇൻവേഴ്സുകളെല്ലാം എവിടെ തന്നെ ഉണ്ട്? ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാർഫോർ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ് എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമ്മളുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് അല്ലേ? സോ ഫ്രം ദ ടേബിൾ അബീലിയൻ ഗ്രൂപ്പിന് നമ്മൾ പഠിച്ചത് എന്താ? A*B = B*A ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്റ്റാറിന് പകരം ഇവിടെ +6 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഫ്രം ദ ടേബിൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് A*B = B*A. അതായത് ഏതൊരു 2 നമ്പർ എടുത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും, ഇപ്പോൾ നോക്കുക 2ഉം 4 എടുക്കാം. 2 4 ചെയ്താൽ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 0. ഇനി 4ഉം 2ഉം ചെയ്യുക, 4ഉം 2ഉം കൂടെ ചെയ്താലും ആൻസർ എന്തുതന്നെയാണ് കിട്ടുന്നത്? 0 തന്നെയാണ്. അങ്ങനെ ഏത് നമ്പർ എടുത്തിട്ട് അവിടെ കമ്മ്യൂട്ടേറ്റീവ് അപ്ലൈ ചെയ്താലും എന്ത് തന്നെ ആയിരിക്കും? അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക, സെയിം തന്നെ ആയിരിക്കും. സോ അതൊരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that the set 1, 2, 3, 4 is a finite abelian group of order 4 under the binary operation into 5. അത് നമ്മളിപ്പോൾ അഡീഷൻ മോഡുലോ 6 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 5. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, ആ കിട്ടുന്ന ആൻസറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡറാണ് ഇതിവിടെ എഴുതുന്നത്. അതേ സാധനം മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 2 നമ്പർ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു, ആ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡറാണ് ആൻസറായിട്ട് എഴുതുന്നത്. അത് ഇതിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ആ ഡിവിഷനൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 1 to 4 ആണ്. സോ 1 2 3 4 1 2 3 4. 1 × 1 1 ആണ്. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 5നേക്കാൾ ചെറുതാണ്. അപ്പോൾ 1ൻ്റെ കൂടെ ഏത് ചെയ്യുമ്പോഴും 1 2 3 4 കിട്ടി. 2 × 1 2, 2 × 2 4, 2 × 3 5 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1. 2 × 4, 2 × 4 എന്താ? 8. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആയിട്ടാണ് കിട്ടുക. 3 × 1 3, 3 × 2 6 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1. 3 × 3 9 ആണ്. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 വരും. 3 × 4 12, 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2. അതുപോലെ 4 × 1 4, 4 × 2 8, റിമൈൻഡർ 3 കിട്ടും. പിന്നെ അതുപോലെ 4 × 4, 4 × 4 ആണ് എത്രയാണ്? 16 ആണ്. അതാണ് ഞാൻ ഈ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതാ 1 എഴുതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇത് ഗ്രൂപ്പ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അബീലിയൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി നോക്കാം. ഫ്രം ദ ടേബിൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദ സെറ്റ് ഇസ് ക്ലോസ്ഡ്. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പോഴും നമുക്ക് 1 2 3 4 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സോ അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി A × 5 B × C വിച്ച് ഇസ് ഈക്വൽ ടു A × B × C. ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്താലും ആൻസർ സെയിം ആണ്. ഇത് ഈ ഡെഫിനിഷന് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു 3 നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ്സിൽ ഐഡൻറ്റിറ്റി 0 ആണെങ്കിൽ ഇൻറ്റൂവിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. കാരണം 1ൻ്റെ കൂടെയാണ് ഏതൊരു നമ്പർ ഇൻറ്റു ചെയ്താൽ ആ നമ്പർ തന്നെ നമുക്ക് കിട്ടുന്നത് അല്ലേ? സോ 1 ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ചെക്ക് ചെയ്ത് നോക്കുക. 1ൻ്റെ കൂടെ 1 ചെയ്ത് 1, 1ൻ്റെ കൂടെ 2 ആണെങ്കിൽ 2, 1ൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്താൽ 3, 1ൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്താൽ 4. അപ്പോൾ 1 ആണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി അടുത്ത് ഇൻവേഴ്സ് നോക്കാം. ഇൻവേഴ്സ് എന്താ പറഞ്ഞത്? 1ൻ്റെ കൂടെ ആരെ ചെയ്യുമ്പോഴാണ് ആ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 കിട്ടുന്നത്. സോ 1ൻ്റെ കൂടെ 1 ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 1 കിട്ടുന്നത്. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് 1. ഇനി 2ൻ്റെ കൂടെ ആരെ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? 3 ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. 3ൻ്റെ കൂടെ ആരെ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? 2. അപ്പോൾ 3ൻ്റെ ഇൻവേഴ്സ് 2. 4ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? 4 ചെയ്യുമ്പോൾ തന്നെയാണ്. സോ 4ൻ്റെ ഇൻവേഴ്സ് 4. ക്ലിയർ അല്ലേ? അപ്പോൾ 4 പ്രോപ്പർട്ടി, ഗ്രൂപ്പ് ആവാനുള്ള 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്തത് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. അപ്പോൾ ആ ടേബിളിൽ നോക്കുക, ഏതൊരു 2 നമ്പറിനെ ഇൻറ്റു ചെയ്ത്, അതായത് A × B ചെയ്താലും B × A ചെയ്താലും അത് ഈക്വൽ ആയിരിക്കും. സോ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ഇറ്റ് ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഷോ ദാറ്റ്
the set of all non-zero real number is an abelian group under the operation star defined by a star b equal to ab by 2. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വെച്ച് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 2 എന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, സെറ്റ് എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, സീറോ അല്ലാത്ത റിയൽ നമ്പേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് ആണോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു നമ്പർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, നോൺ സീറോ റിയൽ നമ്പർ തന്നെയാണോ കിട്ടുന്നത് എങ്കിൽ അതെന്താ, ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കുക, ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ ദെൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 2 ഈസ് ഓൾസോ എ നോൺ സീറോ റിയൽ നമ്പർ. അതായത് ഏത് രണ്ട് റിയൽ നമ്പർ എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്താലും, അതായത് എ ബി ബൈ 2 അതിൽ എക്കും ബിക്കും ഏത് രണ്ട് റിയൽ നമ്പർ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് എഗെയിൻ എന്ത് തന്നെ ആയിരിക്കും കിട്ടുക, ഒരു നോൺ സീറോ റിയൽ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ അതെന്താ, ക്ലോസ്ഡ് ആണ്. ഓക്കെ, ക്ലോസ് ആണ്, റിയൽ നമ്പർ തന്നെ കിട്ടുന്നതുകൊണ്ട്. അടുത്തെന്താ, അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അസോസിയേറ്റീവ് എന്ന് വെച്ചാൽ നോക്കാം, നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കിട്ടണം. ഇത് രണ്ട് ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ നോക്കാം, എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഇവിടെ ആദ്യം ബ്രാക്കറ്റിലുള്ളത് എ സ്റ്റാർ ബി ആണ് അല്ലേ. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാം. നമുക്കറിയാം എ സ്റ്റാർ ബീൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ബി ബൈ 2 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ സ്റ്റാർ ബിക്ക് പകരം എ ബി ബൈ 2 കൊടുത്തു, സ്റ്റാർ സി. ഓക്കെ, ഇനി ഇതെന്താ, ഈ എ ബി ബൈ 2നെ എ ആയിട്ടും സിനെ ബി യു ആയിട്ടും എടുക്കുക. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ എക്ക് പകരം ഇവിടെ എ ബി ബൈ 2ഉം സിക്ക് പകരം ബിയും. അപ്പോൾ എങ്ങനെയാണ് വരിക, എ ബി ബൈ 2 സി ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ബി ബൈ 2 സി ബൈ 2 എന്ന് കിട്ടി. ഇനി അതേപോലെ നമ്മൾ ഈ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഇവിടെ ബി സ്റ്റാർ സിക്കാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സിക്ക് പകരം ഇത് അപ്ലൈ ചെയ്താൽ എന്താ വരിക, ബി സി ബൈ 2. ഇനി ഇവിടെ എയും ബിക്ക് പകരം ബി സി ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, എ ബി സി ബൈ 2 ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ. അല്ലെങ്കിൽ നോക്കാം, ഇക്വേഷൻ നമ്പർ 1 ഇതിൽ നിന്നും നമുക്ക് ഇതിനെങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, എ ബി ബൈ 2 ഇൻറ്റു സി ബൈ 2 ഇതിൽ കൂടെ. സോ എ ബി സി ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് ചേഞ്ച് ചെയ്താൽ എങ്ങനെ എഴുതാം, എ ബൈ 2 ഇൻറ്റു ബി സി ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഈക്വൽ ആണ്. സോ അതെന്താ, അസോസിയേറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അതായത് നമ്മളിവിടെ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഇവിടെ പ്ലസ്സോ ഇൻറ്റോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് 0 ആണ് 1 ആണ് ഐഡൻറ്റിറ്റി എന്നൊന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നോക്കുക. കിട്ടുന്ന ഐഡൻറ്റിറ്റി ഒരു നോൺ സീറോ റിയൽ നമ്പർ ആണോ എന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ എന്താ, എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. ഇതാണ് ഐഡൻറ്റിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഈ എ സ്റ്റാർ ഇനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് പ്രകാരം ബിക്ക് പകരം അവിടെ ഇ വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ ഇ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, എ സ്റ്റാർ ഇക്ക് പകരം ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു. സോ എ ഇ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എ. ഇനി നമുക്ക് ലെഫ്റ്റ് ക്യാൻസലേഷൻ റൂൾ അപ്ലൈ ചെയ്യാലോ. എയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇ ബൈ 2 ഈക്വൽ ടു 1, അല്ലെങ്കിൽ എ ക്യാൻസലായി പോയിട്ട് ഇ ബൈ 2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. സോ ഇ ഈക്വൽ ടു 2. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. ഓക്കെ, 2 ഒരു നോൺ സീറോ റിയൽ നമ്പർ അല്ലേ, ആണ്. സോ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ നമ്മളവിടെ ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. ഇതാണ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാം ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എ ഇൻവേഴ്സ് ബൈ 2 ഈക്വൽ ടു ഇ ഓൾറെഡി ഇവിടെ നമുക്ക് എത്രയാണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. സോ അത് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ കേട്ടാ, എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ 4 ആവും അല്ലേ. ഇനി എ ഇൻവേഴ്സിനെ അവിടെ നിർത്തിയിട്ട് എ മാത്രം കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടി, 4 ബൈ എ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 4 ബൈ എ. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ എന്താ, 4 ബൈ എ എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്രാക്ഷൻ പോലത്തെ ഒരു നമ്പർ കിട്ടും. അതൊരു റിയൽ നമ്പറിലുള്ള ആളല്ലേ. അപ്പോൾ അവിടെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ആയി കഴിഞ്ഞു. ഇനി എന്താ, അബീലിയൻ ആണോ നോക്കാൻ എന്താ, എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ബി ബൈ 2. ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താ, ബി എ ബൈ 2. ബി എ ബൈ 2നെ നമുക്ക് എ ബി ബൈ 2 തന്നെ എഴുതാമല്ലോ ഇത് പ്രകാരം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വലായി. സോ ഇറ്റ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.